ഫർണിച്ചറുകൾ പിന്നെന്താണ് പറക്കി എറിയുന്നു, അതിൻ്റെ മുകളിൽ കയറി ചാടുന്നു, വലിച്ചു കീറുന്നു, കട്ട് ചെയ്യുന്നു, ഈ രീതിയിലാണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ശരിക്കും എന്താണ് ഇതിൻ്റെ ഉടായ്പ്? അതാണ് ആദ്യം ഒരു മിനിമം ക്വാളിറ്റി അതിനുണ്ടാവുള്ളൂ. അതൊരിക്കലും ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. അതൊരു ഞങ്ങൾ അധികം പ്രോത്സാഹിപ്പിക്കണം ചെയ്ത് നമ്മൾ പറഞ്ഞ കസ്റ്റമർക്ക് നല്ല ബോധമുണ്ട്. ചേട്ടാ, നമ്മൾ ഈ ഏത് സാധനം ചെയ്യുമ്പോഴും അതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാ പ്രൊഡക്റ്റും, അതിപ്പോൾ ഫർണിച്ചർ മാത്രമല്ല ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ എന്താണ് വാറണ്ടിയിൽ പെടുന്നതെന്ന് കസ്റ്റമർക്ക് സാധാരണ വിസിബിൾ ആവാറില്ല. അതായത് ഹൈഡ് ചെയ്ത് പറയാന്നൊരു സാധനമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തടി ഫർണിച്ചർ വിൽക്കുന്ന സ്ഥലം ഒന്ന് കൊല്ലം. അയാളെ വെറുതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് മേടിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ പലപ്പോഴും മാറുന്നുണ്ട്. പലപ്പോഴും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ അങ്ങനെ വീഡിയോസ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? പിന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഫാക്ടറി വേറുണ്ട്. നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കമ്പനികളുണ്ട്. നമ്മൾ ഡിസൈൻ കൊടുക്കുന്നു, നമ്മൾ വുഡ് കൊടുക്കുന്നു, നമ്മുടെ ഫാക്ടറി വെച്ച് വുഡ് ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്ന കമ്പനികളുണ്ട്. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വീഡിയോസാണ് ഫർണിച്ചർ. ഏറ്റവും വില കുറച്ച് ഫർണിച്ചർ മേടിക്കാമെന്ന് പലരും പറയും. ചിലർ ഏറ്റവും നല്ല ഫർണിച്ചർ മേടിക്കാമെന്ന് പറയും. ഫർണിച്ചറുകളിൽ തന്നെ ഫർണിച്ചറിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന വേറൊരു പേരുണ്ട്, ഡിമോസ് ഫർണിച്ചർ അല്ലേ? ശരിയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡിമോസ്. പറയുമ്പോഴത്തേക്കും ഫർണിച്ചർ, ക്വാളിറ്റി, റേറ്റ് ഇതൊക്കെ പറയാനാണ് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അതെ, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പറ്റിയ ഒരാളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്നിട്ടുള്ളൊരു ഫർണിച്ചർ 2019 മുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമാണ്. 19 മുതൽ ഇങ്ങോട്ട് എനിക്ക് തോന്നി കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് നമ്പർ ഓഫ് വീഡിയോസ് പോയി. സക്കീർക്ക, ശരിക്കും ഈ കച്ചവടം കുറഞ്ഞതുകൊണ്ടാണോ ഇത്രയും പരസ്യം ചെയ്യുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്തില്ല. അതെ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. നമ്മുടെ ഒപ്പം ഉള്ളത് സക്കീർക്കാണ്. സക്കീർക്ക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സ്വദേശം പറയുകയാണെങ്കിൽ മലപ്പുറമാണ്, പക്ഷേ കച്ചവടം മുഴുവൻ കൊല്ലത്താണ്. കൊല്ലംകാരനാണ് ഇപ്പോൾ, അതായത് കൊല്ലംകാരനായ മലപ്പുറംകാരൻ, അങ്ങനെ പറയാമോ? ഇവിടെ വന്ന ആൾ തെറ്റായി. സക്കീർക്ക, ഡയറക്റ്റിനെ സംസാരിക്കാം. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓഫറാണ്. ഫർണിച്ചറുകൾ പിന്നെന്താണ് പറക്കി എറിയുന്നു, അതിൻ്റെ മുകളിൽ കയറി ചാടുന്നു, വലിച്ചു കീറുന്നു, കട്ട് ചെയ്യുന്നു, ഈ രീതിയിലാണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ശരിക്കും എന്താണ് ഇതിൻ്റെ ഉടായ്പ്? അതാണ് ആദ്യമേ എന്താണ് ഇതിൻ്റെ സത്യം, ഇതിൻ്റെ ഉടായ്പ്? പല ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയാണ് പലരും ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് അല്ല. അത് ഓരോ ആൾക്കാരും ഇപ്പോൾ സുനീറിൻ്റെ രീതി ഉണ്ടാവും, ഒരാൾക്ക് ഡോക്ടർ ഇന്റീരിയറിൻ്റെ ഒരു അതിൻ്റെതായ രീതി ഉണ്ടാവും. അപ്പോൾ അവർ വരുന്ന കോൺസെപ്റ്റിൽ അവരുടേതായ ഒരു ഇതിൽ ചെയ്യുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊടുക്കാൻ പറ്റുന്ന ഓഫറുകൾ അത് നമ്മൾ കൊടുക്കാറുണ്ട്. അത് പറയുന്നത് ഏകദേശം നമുക്ക് നമ്മുടെ ഷോറൂമിൽ ഡിസ്പ്ലേ ഉണ്ടാകാറുണ്ട്. സക്കീർക്ക്, അത് ചോദിക്കുമ്പോൾ ഒന്ന് എടുത്ത് അതിൻ്റെ കൂട്ടത്തിലൊന്ന് ആഡ് ചെയ്ത് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇത്രയും ഓഫർ? ഇപ്പോൾ ഉദാഹരണം പലരും പറയുന്നതാണ് 70%, 60%, നഷ്ടപ്പെട്ട് വിൽക്കില്ല, നിങ്ങളോ ഞാനോ കൊടുക്കില്ല. എങ്ങനെയാണ് ഇത്രയും ഓഫറുകൾ ഈ റേറ്റ് കൊടുക്കാം? അത് നമ്മൾ ഇപ്പോൾ ഞാൻ ഡിമോസിനെ കുറിച്ച് പറയാം. അപ്പം നമുക്കൊരു ഏകദേശം ഞങ്ങൾ ഡിമോസിൽ 3 സീസണാണ്. ഡിസംബർ, ജാനുവരി ക്രിസ്മസ്, ന്യൂ ഇയർ, ഏപ്രിൽ, മെയ് വിഷുക്കാലം, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഓണക്കാലം. ശരിക്കും ഒരു 6 മാസമാണ് ഒരു ഫർണിച്ചറിൻ്റെ ആകെയുള്ള കാലഘട്ടം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മളൊരു ബൾക്കായിട്ട് കുറച്ച് പ്രൊഡക്ഷൻ അധികം ചെയ്യും. ഉദാഹരണത്തിന് സോഫ ഫെസ്റ്റ് ആണെങ്കിൽ ഒരു 10, 2000, 3000, 4000 സോഫകൾ ഒന്നിച്ച് പ്രൊഡക്ഷൻ ചെയ്യും. നമ്മളുണ്ടാക്കുന്ന സോഫയും അല്ലെങ്കിൽ പുറത്ത് തന്നെ സോഫയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ബൾക്ക് പർച്ചേസിങ്ങിനും ബൾക്ക് പ്രൊഡക്ഷനും നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതൊരിക്കലും ഒരു സാധാരണ നോർമൽ ലെവലിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ലെവലിൽ ഒരു മോഡൽ ചിലപ്പോൾ 5 പീസൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 10 പീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരേ മോഡലൊരു 50 പീസ് 100 പീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോസ്റ്റ് എഫക്റ്റ് ഉണ്ടല്ലോ, ഇത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ അങ്ങനെ വരുന്ന എമൗണ്ടിൽ നമ്മൾ ഈ ബൾക്ക് പർച്ചേസിലും ബൾക്ക് സെയിലിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ഇതിനകത്ത് നിർബന്ധിതനാവുകയാണോ? അതായത് ബാക്കിയുള്ള ഇതുപോലുള്ള പരസ്യങ്ങളുടെ കടന്നുകയറ്റത്തിൽ കാര്യം നമ്മളപ്പോൾ അത് വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിൽ തന്നെ ഒരേ സാധനം പല റേറ്റിന് വിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു റേറ്റിലേക്ക് വരാനായിട്ട് നിർബന്ധിതനാവും. അങ്ങനെയല്ല, നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെറുതെ ആരും പ്രൊഡക്റ്റ് കൊടുക്കില്ല. അതെ,
അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ഇതുണ്ട്, കോൺഫിഡൻ്റ് ആണ്. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് വില കുറച്ച് പലരും കൊടുക്കുന്നത് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ ചെയ്യുന്നത് അവരുടെ ഇതാണ്. നമ്മൾ വില പിന്നെ ഇടയ്ക്ക് ഓഫർ കൊടുക്കുന്ന രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതികൾ. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അത് നിർബന്ധമാണ്. ലോങ് ടൈം ബിസിനസ് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റേ കൊടുക്കുള്ളൂ. പിന്നെ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ചില ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1-2 പ്രൊഡക്റ്റുകൾ ഏറ്റവും ബേസ് മോഡൽ, അത് അവരെ ഈ ഫർണിച്ചർ രംഗത്തേക്ക് അല്ലെങ്കിൽ ഫർണിച്ചർ കൊണ്ടുപോകാൻ സാധാരണക്കാരനായ ആൾക്കാരെ ആകർഷിക്കാൻ ചില സാധനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഒരു ബേസ് മോഡൽ പ്രൊഡക്റ്റ് അതിന് വലിയ വാറൻറ്റിയോ ഒന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് വാങ്ങി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൈസിന് നമ്മൾ ചില പ്രൊഡക്റ്റ് കൊടുക്കാറുണ്ട്. ഒരിക്കലും അത് വാങ്ങാൻ കഴിയുന്നവനെ ഒരിക്കലും ഞങ്ങളത് അടിച്ചേൽപ്പിക്കാറുമില്ല. അത് തീരെ ഫർണിച്ചർ വാങ്ങാൻ കഴിയാത്ത കുറേ പാവങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു 4,900 രൂപയ്ക്ക് ഒരു 3 സീറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രോഫിറ്റ് ഒന്നും നോക്കിയിട്ടില്ല. ഒരു മിനിമം ക്വാളിറ്റി അതിനുണ്ടാവുള്ളൂ. അതൊരിക്കലും ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. അതൊരു ഞങ്ങൾ അധികം പ്രോത്സാഹിപ്പിക്കണം ചെയ്തത്. പക്ഷേ പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ ഈ കസ്റ്റമേഴ്സിനെ അവർക്കും കൂടി ഡിമോസിൽ സാധാരണക്കാരനും കൂടി ഒന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് കൊടുക്കുന്നത്. ഒരിക്കലും ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ഒരിക്കലും അധികം വിലക്ക് വിൽക്കാറില്ല, അതൊരിക്കലും ചെയ്യാറില്ല. അതിൻ്റെ പ്രൈസിന് അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കൊടുക്കണം, അത് കൂട്ടി കൊടുക്കണം, അല്ല, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഫർണിച്ചർ വാങ്ങാൻ സാധിക്കാത്ത ഇതുപോലത്തെ ഒരു സാധാരണക്കാരുണ്ടല്ലോ, അവർക്ക് ഒരു ചെറിയ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ക്വാളിറ്റിയിൽ ഒരിക്കലും അതിൽ കോംപ്രമൈസ് ചെയ്യണില്ല. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി അതിനുണ്ടാവുള്ളൂ. അല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണല്ലോ. എനിക്കൊന്നൊരു 2-3 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഇല്ലായിരുന്നു, ഇല്ലേ? ഒരു 3 സീറ്റർ സോഫ ഈ പറഞ്ഞൊരു റേറ്റിലോട്ടൊന്നും കൊടുക്കേണ്ട അവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. പക്ഷെ അല്ലല്ല, അന്ന് 3 സീറ്റ് കൊടുത്ത് സോഫൻ്റെ ക്വാളിറ്റി ഇന്നത്തെ ഉണ്ടാവില്ല. പേഴ്സണലി ചോദിച്ചോട്ടെ, ഇപ്പം ഇക്ക പേഴ്സണലി റെക്കമെൻഡ് ചെയ്യൂ അത് എടുക്കാനായിട്ട്? ഇല്ല, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ് ഈ 1000 രൂപയ്ക്ക് തേക്കിൻ്റെ ചെയർ അതെന്താ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതാണ്. ഇതിങ്ങനെ പറക്കി എറിയുന്നതാണ് പല ആളുകളും. നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്, പേയ്മെൻറ്റ് മേടിച്ചിട്ട് ചെയ്യാറുണ്ട്, അത്യാവശ്യം നമ്മുടെ റിലേഷനൊക്കെ വെച്ചിട്ട് നല്ല സാധനമാണെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. 2 രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ഇപ്പം ഞാനോ അജയോ അരുണൊന്നും ഒരു പിന്നെ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ വലിച്ചെറിയുകയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ 1000 രൂപയ്ക്ക് തേക്കിൻ്റെ ചെയർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തറിയാം ഒരാളുടെ പണിക്കൂലി ഒരു കാർപ്പൻറ്റർക്ക് എത്ര രൂപ ഒരു ദിവസം വേണ്ടി വരും എന്ന്. ഇതെന്താണ് അതിൻ്റെ ഗുട്ടൻസ്? അത് ഒരിക്കലും അത് തേക്കാവില്ല. ഒന്ന്. രണ്ടാമത്തത് അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള വർക്ക് അതൊന്നും അതിൻ്റെ മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും കറക്റ്റാവില്ല. അത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരിക്കലും 1000 രൂപയ്ക്ക് ഒരു തേക്കിൻ്റെ ചെയർ കൊടുക്കാൻ പറ്റില്ല. അതിന് അതിൻ്റെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പഴയ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തടിയിൽ കിടന്നോ കാര്യങ്ങളൊക്കെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലാതെ അതൊരിക്കലും ഒരു കസ്റ്റമർക്ക് ഒരിക്കലും അത് നല്ല ഒരു ഇതാവില്ല. ഇപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കസ്റ്റമർക്ക് നല്ല ബോധമുണ്ട്, വിവരമുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്രയും പ്രൊഡക്റ്റുകൾ ഞങ്ങൾക്ക് തന്നെ വളരെ കുറഞ്ഞ സെയിൽ നടക്കുന്നുള്ളൂ. അതായത് ലോക്കൽ സാധനം എത്ര പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും നല്ല ഫർണിച്ചറാണ് കൊണ്ടുവന്നത്, നല്ല ട്രീറ്റ് ചെയ്തു, നല്ല മെറ്റീരിയലും വാറണ്ടി കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ്, യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എല്ലാവരും വാങ്ങുന്നത്. എല്ലാവർക്കും അവിടേക്ക് എത്തിക്കണേ. അതൊക്കെ അതിന് അധികം ഈ സാധ്യതകൾ തീരെ കുറവാണ്. അല്ല, നമുക്ക് സീസൺ ചെയ്ത വുഡ് വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിലേക്ക് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ അതാണോ റിക്വയർമെൻറ്റ് കൂടുതലുള്ളത്, അല്ലാതെ ഈ പറഞ്ഞ ലോവസ്റ്റ് കാറ്റഗറി ആണോ, അതോ ഒരു മീഡിയം റേഞ്ച് കസ്റ്റമറാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് മഹാഗണി, ഇപ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ മഹാഗണി എന്ന് പറയുന്ന ഒരു പാഴ്മരം പോലെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്, എല്ലാവരും കരുതുന്നത് അങ്ങനെയാണ്. കൊല്ലത്ത് പ്രത്യേകിച്ച് കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്ത് മഹാഗണി ഒരു വേസ്റ്റ് മരം എന്നാണ് എല്ലാവരും. സത്യത്തിലല്ല. ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ വുഡ്കാസോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏകദേശം 30 വർഷം പഴക്കമുള്ള മരമാണ് നമ്മൾ ഏജുള്ള, അത് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഒരു 4 അടി 48 ഇഞ്ചിൻ്റെ ഉയരത്തിലുള്ള 80 ഇഞ്ച് വരെയുള്ള തടികൾ, നല്ല വിലയുള്ള നല്ല തടികളാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അതാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ചിലപ്പോൾ ഒരു തേക്കിൻ്റെ കട്ടിലേറെ, തേക്കിൻ്റെ അലമാറിലേറെ, തേക്കിൻ്റെ ഡൈനിങ്ങിലേറെ വില കൂടും ചിലപ്പോൾ ഈ മഹാഗണിയുടെ ഇതിന്. എന്തിന് മഹാഗണി ഇത്ര വില കൂടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂറബിലിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് അത് കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതും. അത് ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രോസസ്സും ചെയ്തിട്ടാണ് അത് വെക്കുന്നത്. തേക്ക് ആരും എവിടെയും ട്രീറ്റ് ചെയ്യണില്ല. തേക്കൊന്ന് ട്രീറ്റ് ചെയ്യണം. തേക്കും ട്രീറ്റ് ചെയ്യണം. കാരണം അതിൽ മോയ്സ്ചറുണ്ട്, വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഈ തേക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ഒരു മരമാണ് തേക്ക്.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ല ഏജ്ഡ് ആയിട്ടുള്ള തേക്കാണെങ്കിൽ ഇപ്പം നിങ്ങളൊക്കെ ഒരു പക്ഷേ ഈ കൂപ്പുകളിൽ നിന്ന് ലേലം പിടിച്ചിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും നമ്മുടെ നാട്ടു തേക്കിനേക്കാൾ കൂടുതൽ. അതും ട്രീറ്റ് ചെയ്തിട്ടാണോ സാറിന് ചെയ്യുന്നത്? അതെ, അതായത് നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, ഈ പറയുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ പ്രൊഡക്റ്റുകൾ ഒരിക്കലും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല ഈ പറയുന്ന തേക്കുകളൊന്നും. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾക്ക് കസ്റ്റമേഴ്സ് ഓർഡറുകളൊക്കെ എല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ. അപ്പം നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ട്രീറ്റ് ചെയ്ത മരം പോളിഷ് ചെയ്താൽ ആ പോളിഷ് എന്നും നിലനിൽക്കും. മോയ്സ്ചർ കണ്ടൻറ്റ് അതിലുണ്ടെങ്കിൽ വെള്ളം ഈ മെറ്റീരിയൽ അതിൽ പിടിച്ചെടുക്കും. കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടും, ഫംഗസ് വരും, പൊട്ടൽ വരും, ജോയിൻറ്റ് ഇളകും, പിന്നെ ചേറൊക്കെ ഇളകി പോകും. അപ്പോൾ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ കാതലെടുക്കുന്ന സമയത്ത് 2 ടൈപ്പാണ്. വെള്ളം ഉണ്ടാവും ഇതിനകത്ത്, അല്ല നോർമലി നമ്മുടെ കാതൽ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു ലോ കോസ്റ്റ് ഫർണിച്ചറിൽ, ലോ ബഡ്ജറ്റ് ഫർണിച്ചറിലൊക്കെ നോർമൽ കേസിൽ കേട്ടോ, നിങ്ങൾ എയർലിപ്പോൾ വളരെ സാധ്യതയുള്ള സാധനമാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഈ വെള്ള കളർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പല ഷോപ്പുകളിലുമൊക്കെ. അപ്പോൾ അത് ഡിമോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫറിലേക്ക് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം ഇത് ഉപയോഗിക്കാറില്ല. ഞങ്ങളുടെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന പുറത്തുനിന്ന് വരുന്ന വെൻഡേഴ്സ് തരുന്ന പ്രൊഡക്റ്റുകളാണ് ഈ പറയുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ പ്രൊഡക്റ്റിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും. അത് നമ്മളെപ്പോഴും തുറന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞാൽ അത് കുറച്ച് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഡിപ്പോമാർ എന്ന് പറയും, അതായത് കാട്ട് തടി, ഫോറസ്റ്റ് വുഡ് എന്ന് പറയുന്ന തേക്കിൽ എന്ന് പറയുന്നത് അതിൽ അപൂർവം കുറച്ച് ഭാഗങ്ങളെ ഈ പറഞ്ഞ വൈറ്റിൻ്റെ ഭാഗമുള്ളൂ, പിന്നെ ഉണ്ടാവില്ല. അത്രയും കാതലുള്ള സാധനം. ഒന്ന് നിലമ്പൂർ തേക്ക് അല്ലെങ്കിൽ കോന്നിന്ന് വരുന്ന തേക്ക് എല്ലാത്തിനും ഫുള്ള് ഇതുണ്ടാവും, നല്ല കാതലുണ്ടാവും. കാതലെന്ന് അറിയില്ലേ? അപ്പോൾ അതിൽ അത്രത്തോളം വെള്ളങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും പ്രൊഡക്റ്റുകൾ കസ്റ്റമർക്ക് ഡിപ്പോ മരം എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ഏത് സാധനം ചെയ്യുമ്പോൾ അതിന് വാറണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാ പ്രൊഡക്റ്റും, അതിപ്പോൾ ഫർണിച്ചർ മാത്രമല്ല ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്താണ് വാറണ്ടിയിൽ പെടുന്നതെന്ന് കസ്റ്റമർക്ക് സാധാരണ വിസിബിൾ ആവാറില്ല. അതായത് ഹൈഡ് ചെയ്ത് പറയാവുന്നൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ വാറണ്ടിയിൽ എത്രമാത്രം സത്യസന്ധത നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ ഞങ്ങൾ വുഡ്കാസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉദാഹരണം എടുക്കാം. മഹാഗണിയിലും മഹാഗണിയും തേക്കിലാണ് ചെയ്യുന്നത്. മഹാഗണിയിലാണ് കൂടുതൽ ചെയ്യുന്നത്. അത് ഈ പറയുന്ന ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അതിന് നമ്മൾ കൊടുക്കുന്നത് 15 വർഷം മുതൽ 20 വർഷം വരെയാണ് വാറണ്ടി കൊടുക്കുന്നത്. അത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ചില സമയത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു സോഫ നിർമ്മിക്കുമ്പോൾ സോഫയ്ക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. അതിൽ റെക്സിൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ലെതർ വരുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്ത് വരുന്നുണ്ട്, ഫോം വരുന്നുണ്ട്, സ്പ്രിങ് വരുന്നുണ്ട്. അപ്പോൾ ഓരോത്തിനും ഓരോ വാറണ്ടി. അതിൽ വരുന്ന വുഡിന് ഞങ്ങൾ 15 വർഷം വരെ വാറണ്ടി കൊടുക്കും. നേരെ മറിച്ച് ക്ലോത്തിനും അതിൽ റെക്സിനോ അല്ലെങ്കിൽ ലെതറാണെങ്കിൽ 1 വർഷം കിട്ടും. കമ്പനി 1 വർഷം തരുള്ളൂ. പക്ഷേ അത് 10 വർഷമാണ് ഉപയോഗിക്കുന്നവരുണ്ട്. അത് വൃത്തിയാക്കി ഉപയോഗിക്കുന്നവർക്ക് 10 വർഷം ഉപയോഗിക്കാം, 1 വർഷം കൂടി വേണ്ടി കേട് വരുത്താം. അപ്പോൾ ഫോമിന് നമുക്ക് കിട്ടുന്ന 2 വർഷത്തെ വാറണ്ടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫോമിന് 2 വർഷത്തെ വാറണ്ടിയാണ്. അപ്പോൾ ഓരോ മെറ്റീരിയലിനനുസരിച്ചാണ് ഒരു ഇതിൻ്റെ. ഇപ്പോൾ ഡൈനിങ് എന്ന് പറയുന്നത് ഡൈനിങ് ഫുള്ള് വുഡാണ് ഉപയോഗിക്കുന്നത്. ആ വുഡിന് ഫുള്ള് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. ഡൈനിങ് ആയിക്കോട്ടെ, ഡൈനിങ് ഷെയർ ആയിക്കോട്ടെ. അപ്പോൾ കുഷ്യന് ഇത്രേ വാറണ്ടി ഉണ്ടാവുള്ളൂ. അതെല്ലാം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് അതിനൊരു വാറണ്ടി കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിമോസ് വെക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തൊരു ചോദ്യം, ഇപ്പോൾ ഈ വാറണ്ടി ഇപ്പോൾ 15 വർഷം 20 വർഷം കൊടുക്കുന്നു, ഇത് അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ, അതോ ഈ ഒരു സമയത്ത് അത്ര ഡ്യൂറബിലിറ്റി കിട്ടുള്ളൂ? 20 വർഷം 15 വർഷം ആണ് ഈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു കാറിന് വാറണ്ടി കൊടുക്കുന്നത് 4 വർഷമാണ്, 5 വർഷം കൂടെ ആ കാർ നശിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതല്ല അതിൻ്റെ നശിക്കും തന്നെ പറയാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് എത്ര നന്നായിട്ട് കെയർ ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ചാണല്ലോ. അല്ല, വാറണ്ടി എനിക്ക് തോന്നിയിട്ടുണ്ട് അരുൺ പറഞ്ഞ പോലെ അതൊരു പൊതുബോധമാണ്. കാര്യം നമ്മൾ 12 വർഷം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ 13ാമത്തെ വർഷം ഇത് നശിച്ചു പോകുന്നുള്ളൊരു പൊതുബോധം പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെന്താ സംഭവിച്ചാൽ ഇപ്പം നമ്മൾ ഇരിക്കുന്ന സോഫ അല്ലെങ്കിൽ ആ സോഫേഴ്സിൻ്റെ കയ്യിൽ കയറി ഇരിക്കാൻ പറ്റില്ല. കാരണം കൈ വെക്കാനുള്ളതാണ്. അതിപ്പോൾ കയറിയിട്ട് നമ്മൾ ലാഡർ ഇല്ലാതെ മേലെ കയറാൻ പറ്റില്ല, ലൈറ്റ് ഇടാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ഇതിൽ കയറി ഇരിക്കാനുള്ളത് അത് ലാഡറിനെ ഉപയോഗിക്കണം കയറി നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിൽ അതിന്റെ സോഫ്റ്റ്നെസ് അനുസരിച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ കിച്ചൺ കബോർഡിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അല്ല, ശരിയായിട്ട് പറഞ്ഞു. കാര്യം പൊതുബോധമാണ്. 12 വർഷം എന്ന് പറഞ്ഞാൽ 13ാമത്തെ കൊല്ലം നശിച്ചു പോകുന്നു. ഇപ്പോൾ കോഫി ടേബിൾ പറഞ്ഞാൽ കോഫി വെക്കാനാണ്, ഒരിക്കലും കയറി ഇരിക്കാനോ നിൽക്കാനുള്ള സാധനമല്ല. അപ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി അത് ഉണ്ടാവുക. ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കട്ടെ അല്ലേ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ. ഞങ്ങൾ അതിനെക്കുറിച്ച് അവബോധം ഞങ്ങൾ കസ്റ്റമർ കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും ചില ആൾക്കാർ അത് ഇപ്പം അതിൻ്റെ മേലെ ചവിട്ടി കയറുന്നാൽ സ്പ്രിങ് പൊട്ടും,
ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ. അല്ല, ഈ ഒരു സാധനം പറയുമ്പോഴേ നമ്മളൊരിക്കൽ ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മുടെ നിങ്ങളുടെ ഷോപ്പിൽ തന്നെ ഒരു 6500 രൂപയുടെ ഒരു സോഫ 3 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞങ്ങളത് ചർച്ച ചെയ്തത് ഇത് ഇരിക്കാനുള്ള സാധനമാണ്, ഇത് എന്തിനാ മുകളിൽ നിന്നിട്ട് കാണിക്കുന്നത് അല്ലേ? അതെനിക്ക് സക്കീർക്ക് ആദ്യം തന്നെ ഉത്തരം പറഞ്ഞു. പുള്ളിയുടെ കൺസേൺ അല്ല, ചെയ്യുന്ന ആളുടെ കൺസേൺ. അത് ഓരോ വ്യക്തികളെ അതെ ചെയ്യുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, തീർച്ചയായും പുള്ളിതായ കോൺസെപ്റ്റ് ഉണ്ടാവും. ആ കോൺസെപ്റ്റിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര റീച്ചായി. എവിടെ പോയത്? അത് താഴെ കേട്ടെങ്കിൽ അത് വെള്ളോട്ടാ പോയത്. വീഡിയോ വെള്ളോട്ടാ പോയത്. ചിലതൊക്കെ സിനിമാറ്റിക് ആവും. അതെ അല്ലേ, ഡ്രമാറ്റിക്, സിനിമാറ്റിക്, എന്താ പറയാ, ലാസ്റ്റ് പറഞ്ഞ പ്രകൃതി, ഈ 3 സാധനങ്ങളാണ് നമുക്കുള്ളത്. മാർക്കറ്റിങ്ങിൽ ഒരുപാട് തന്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ. ശരിക്കും വരുമ്പോൾ അതല്ലല്ലോ. അതായത് മാർക്കറ്റിൽ ഓരോരോ ടൂൾ അനുസരിച്ച് നമ്മൾ ഓരോ മാർക്കറ്റ് ചെയ്യും. പക്ഷേ നമ്മളത് കൊടുക്കുമ്പോൾ, ഫർണിച്ചർ കൊടുക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത് കൃത്യമായിട്ട് കസ്റ്റമർക്ക് അതിനെക്കുറിച്ചുള്ള ബോധം കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ ബോധത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നൈറ്റ് സെയിൽ എത്ര പ്രാവശ്യം നടത്തി? നൈറ്റ് 3 പ്രാവശ്യം. ഈ 3 പ്രാവശ്യവും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ റിസൾട്ട് കിട്ടിയ സംഗതിയായിരുന്നു. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അല്ലേ ഈ കസ്റ്റമേഴ്സിനെ? ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനും അജയൊക്കെ അജയ് ഇൻറ്റീരിയർ കൺസൾട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഓൾറെഡി നമുക്കൊരു ആർക്കിടെക്ചറൽ ഫേം ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പലപ്പോഴും ഒരു നല്ലൊരു പ്രീമിയം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർ ഷോപ്പുകളിൽ നിന്ന് ഫർണിച്ചറുകൾ മേടിക്കാനായിട്ട് പലപ്പോഴും വിമുഖത കാണിക്കും. അവർ പലപ്പോഴും ഇത് കസ്റ്റം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ഒരു ബെഡ്റൂമൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു വാർഡ്രോബ്, ഒരു കോട്ട്, 2 സൈഡ് ടേബിൾ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷം രൂപയൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റിയിലേക്ക് വരും. ഇതേ സമയത്താണ് 28,000 രൂപയ്ക്ക് ഒരു ബെഡ്റൂം സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക്, 28 മുതൽ ഒരു ബെഡ്റൂം സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ധാരാളം വീഡിയോസ് ഇങ്ങനെ പോകുന്നത്. ഇക്കാടൊരു എക്സ്പീരിയൻസിൽ അത് നമുക്ക് ഈ പറഞ്ഞൊരു പ്രോഡക്റ്റ് വൈസ് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ. പക്ഷേ ഇതിൻ്റെ ഒരു ലൈഫ്, അല്ലെങ്കിൽ മലയാളികൾ പൊതുവിൽ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ആ രീതിയിലേക്ക് മാറിയോ? പണ്ട് കാലങ്ങളിൽ ഞാനൊരു തേക്കിൻ്റെ അലമാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു 5 തലമുറ ഉപയോഗിക്കും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിങ്ങനെ പോളിഷ് ചെയ്ത് തന്നെ അത് എന്നെന്നും നിലനിൽക്കും. ഇന്ന് ആ ഒരു കൺസെപ്റ്റൊക്കെ മാറിയിട്ട് ഒരു 5 വർഷമൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഫർണിച്ചർ ഷോ വന്നിട്ടുണ്ട് അല്ലേ? ഫർണിച്ചർ ഇപ്പോൾ കുറച്ച് പേരിലൊക്കെ വന്നിട്ടുണ്ട്. അതെ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ട്രിവാൻഡ്രം, കൊല്ലം ഡിസ്ട്രിക്ട് എടുക്കുക. അപ്പോൾ തടിയുടെ ഒരു ഫർണിച്ചറിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പോഴും ഈ കൊല്ലത്ത് ഉണ്ട്. ജനങ്ങൾക്ക് തടിയുടെ ഫർണിച്ചർ വേണമെന്നുള്ളൊരു അല്ല, അതെ ഇപ്പോൾ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ, അല്ലെങ്കിൽ കുറച്ച് പുതിയ, ഇപ്പോൾ ഈ പറയുന്ന പുതിയ ഇന്ത്യയിലൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എല്ലാവരും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിക്കിൾ ബോർഡ്, അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽ MDF പോലത്തെ, അല്ലെങ്കിൽ പ്ലൈവുഡ്, ലാമിനേഷൻ, അങ്ങനെയുള്ള രീതിയിലോട്ടൊക്കെ ആൾക്കാർ കുറേയൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു തലമുറ ഇപ്പോഴും തടിയുടെ പ്രാധാന്യം ഇപ്പോഴും ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തടി ഫർണിച്ചർ വിൽക്കുന്ന സ്ഥലം ഒന്ന് കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. നമ്മൾ അയാളെ വെറുതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. താടിയൊക്കെ തടിച്ചിരിക്കുക. പിന്നെ ഫർണിച്ചറിന്റെ ഡിസിഷൻ മേക്കർ ഇത് പറയുന്നത് ഒരു കുറച്ച് പ്രായമുള്ള ആൾക്കാരാണല്ലോ, ഏജഡ് ആയിട്ട് ആൾക്കാരൊക്കെ അധികം, അച്ഛനമ്മ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, അവർക്ക് എപ്പോഴും മനസ്സിൽ ടീക്കിന്റെ അല്ലെങ്കിൽ പിന്നെ മറ്റ് തടികളുടെ എല്ലാം, അതാണ് അവരുടെ മനസ്സിൽ ആദ്യം വരിക. അപ്പോൾ അവർക്ക് ഉള്ള ഫർണിച്ചർ നമ്മുടെ കയ്യിലുണ്ട്. ന്യൂജൻ എന്ന പുതിയ കണ്ടംപററി ഡിസൈനുകളും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ ജനറേഷനുള്ള പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് വേണമല്ലേ? ഷോപ്പ് ആകുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രോത്തും കാര്യങ്ങളും വരും. പിന്നെ തടിയുടെ ഒരു പ്രശസ്തി ഇല്ലാതാവുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കണില്ല. കാരണം ഇപ്പോൾ US ഒരു കാലത്ത് ഫുൾ കവർ സോഫയും കാര്യങ്ങളൊക്കെ ചെയ്ത അന്ന് അതൊക്കെ മാറ്റി ഇപ്പോൾ അവർ ആ ട്രഡീഷണൽ ആയിട്ടുള്ള തടിയും കൊണ്ടാണ് ഇപ്പോഴും ഫർണിച്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്തോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ അമേരിക്കൻ കമ്പനികൾക്ക് ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനികളൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫർണിച്ചറാണ്. ഇതൊരു മിനിമലിസ്റ്റിക് രീതിയിലേക്ക് മാറിയിട്ടില്ല. പഴയ ഡിസൈൻ ഡിസൈൻ ബേസ് മാറി. ഡിസൈൻ ബേസ് മാറി എന്ന് പറഞ്ഞാൽ നമ്മളാണ് മാറിയത്. നിങ്ങളൊരു 100 വർഷം മുമ്പുള്ള, ഇപ്പം നമ്മൾ ഈ പിന്നെ മൈസൂർ രാജാവിൻ്റെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി കാണുന്ന ഫർണിച്ചർ ഉണ്ടോ? അതെ, ആ ഡിസൈനിലോട്ട് വീണ്ടും വന്നു നമ്മൾ. അല്ല, അതിൽ വേറെ നമ്മുടെ കെയിൻ ഫർണിച്ചർ. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ മസ്കൂലിയൻ ഡിസൈൻസിൽ ഒരുപാട് വ്യത്യാസം വന്നു. സ്ലീക്ക് ഡിസൈൻസ് അഡോപ്റ്റഡ് ആയിട്ടുണ്ട്. അതെ. അപ്പോൾ നമ്മൾ പിന്നെ ഡിസൈൻസിലും നല്ല ചേഞ്ചസ് വന്നു.
പിന്നെ അത് വലിയൊരു ഇതാണ്. പിന്നെ കളർ പാറ്റേൺ, കർവ് പാറ്റേൺസ് അതൊരു റീകോളാണ്. കർവ് പാറ്റേൺസ് നേരത്തെ ഇവിടെ വന്നു പോയ സാധനം ഇപ്പോൾ റീകോൾ ചെയ്യപ്പെടുന്നതാണ്. എനിക്ക് ഒരു ടൈം കഴിയുമ്പം ആ പഴയ കാര്യങ്ങൾ വീണ്ടും വരും. ഒരു റൊട്ടേഷൻ ആണല്ലേ. അതിൽ ചെറിയൊരു അപ്ഡേഷൻ കൊടുത്തുകൊണ്ട് ചെറിയ അപ്ഡേഷൻ കൊടുത്തുകൊണ്ട് അതിനെ വീണ്ടും റിഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഡിസൈൻ. പക്ഷേ കസ്റ്റമർ നല്ല ബോധവാന്മാരാണ്. അതിൽ കസ്റ്റമൈസേഷൻ ഇപ്പം പണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫർണിച്ചർ എടുത്തുകൊണ്ട് പോകുന്ന രീതിയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് കസ്റ്റമൈസേഷൻ്റെ ഒരു കാലഘട്ടമാണ്. ഇഷ്ടം പോലെ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ. ഒരു 60% ആയിപ്പോൾ. ഇപ്പോഴേ ഈ ഷോപ്പുകളിൽ നിന്ന് ഫർണിച്ചർ മേടിക്കുന്ന ഒരു ഇത് മാറിയിട്ട് ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് മേടിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ പലപ്പോഴും മാറുന്നുണ്ട്. പലപ്പോഴും ഇൻസ്റ്റയിലൊക്കെ നമ്മളങ്ങനെ വീഡിയോസ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? അതായത് ഇപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഒരു എന്ത് ഫാക്ടറി എനിക്കറിയില്ല, പല കമ്പനികളും ഫാക്ടറി ഉണ്ടാവും. പക്ഷേ ഫാക്ടറിയിൽ നിന്ന് പറയുന്നത് വാങ്ങുന്നത് ആ ഫാക്ടറി എന്നും അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിമോസിൽ നിന്ന് വാങ്ങണം എന്നല്ല പറഞ്ഞത്, ഒരു ബ്രാൻഡിൽ നിന്ന് ആ ബ്രാൻഡ് ഒന്നും നിലനിൽക്കും. ആ ബ്രാൻഡിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് കാര്യങ്ങൾ ചിലപ്പോൾ ചില ഫാക്ടറികൾ ചിലപ്പോൾ ബിസിനസ്സൊന്നും ഇല്ലാതെ വരുമ്പോൾ എന്തെങ്കിലും വില കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന ആഫ്റ്റർ സർവീസ് ഇതൊക്കെ ഇതിനൊരു ഘടകമാണ്. അപ്പോൾ വിശ്വാസമുള്ള സ്ഥാപനങ്ങൾ, പിന്നെ ഇതുപോലത്തെ ക്രെഡിബിലിറ്റിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് സ്ഥാപനം. ഇപ്പോൾ ഞങ്ങൾക്ക് ഫാക്ടറി ഉണ്ട്. ഞങ്ങൾ ഫാക്ടറിയിൽ നിന്ന് ഒരിക്കലും നമ്മുടെ ഷോപ്പിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാറില്ല. അത് ഷോറൂം മുഖേന തന്നെയാണ് നമ്മൾ കൊടുക്കാറ്. കാരണം അവർക്ക് വേണ്ട സർവീസ് കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടത് ഷോറൂമിൽ നേരിട്ട് വരാൻ പറ്റും. ഈ സർവീസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ സർവീസ് പാറ്റേൺ എങ്ങനെയാണ്? ഏതൊക്കെ പ്രോഡക്റ്റിനാണ് സർവീസ് വരുന്നത്? എല്ലാ പ്രോഡക്റ്റും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ചില പ്രോഡക്റ്റ് വാറണ്ടി ഉണ്ടാവില്ല, എന്നാലും ഞങ്ങൾ ചില കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും സർവീസ് ക്യാമ്പ് ഉണ്ട്. അതെങ്ങനെയാണ്? അതായത് മാർച്ച് മാസം നടത്താറ്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത ഫർണിച്ചറുകൾ ഞങ്ങളെ കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവരിങ്ങോട്ട് കംപ്ലൈൻറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ചില കുറവുകളോ എന്തെങ്കിലും ലോക്കെന്ന് വെച്ചാൽ, അപ്പോൾ ചിലപ്പോൾ ഒരു അലമാരക്ക് ഡോറിന് 2 ലോക്കൊക്കെ ഉണ്ടാവും. ഒരു ലോക്ക് കംപ്ലൈൻറ്റ് ആയാലും കുഴപ്പമില്ല നിൽക്കും കസ്റ്റമർ. പക്ഷെ ഞങ്ങളവിടെ ചെന്ന് അത് മാറ്റി കൊടുക്കും. അതിനെന്തെങ്കിലും ചെറിയ ഇതുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും പുതിയ റിക്വയർമെൻറ്റ് ഉണ്ടോ അതും കൂടി ഞങ്ങൾക്ക് അറിയും. അതൊക്കെയാണ് ഇതിൻ്റെ അത് ഒന്നത്. പക്ഷെ ഞങ്ങൾ ഫർണിച്ചർ കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഓക്കെ, ഡൺ. ഈ ഓഫർ ഫർണിച്ചറിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുപോകും, ചില കസ്റ്റമർ പറയില്ല. അപ്പോൾ എന്തെങ്കിലും മേക്കിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണുണ്ടോ, ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും യൂറബിലിറ്റി കുറവുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡാമേജുകൾ കൂടുതൽ വരുന്നുണ്ടോ എന്നും കൂടി പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രൊഡക്ഷനിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവായിട്ട് കുറേ, എല്ലാം പോസിറ്റീവ് അല്ലല്ലോ, നെഗറ്റീവായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അത് ഷോപ്പുകളിൽ വന്നിട്ട് പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ വരുന്ന കമൻറ്റാണ്, ഈ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ, പിന്നീട് ഇത് പോകുമ്പോഴവിടെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം കുറവ്. കാരണം പിന്നെ നമ്മളൊരു കോമ്പറ്റർമാരുണ്ടെങ്കിൽ അവർ കയറിക്കാണ് കുറേ കമൻറ്റ് ചെയ്യും. അതെ, ഞങ്ങളത് ചെയ്യാറില്ല. നമ്മളൊരു സ്ഥാപനത്തെക്കുറിച്ച് ഒരിക്കലും ഇടിച്ചു താത്താറില്ല. പിന്നെ 100% കസ്റ്റമേഴ്സിനെ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും സാധിക്കില്ല. അത് നമ്മളിനി വെറുതെ കൊടുത്താലും സാധിക്കില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അതാണ് നമ്മുടെ ഒരു പോളിസി. അല്ല, ഇത് ഏതൊരു സാധനം വിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പൊതുവേ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ്. കാര്യം എൻ്റെ വീട്ടിലോട്ടുള്ള പ്രൊഡക്റ്റ് മുഴുവൻ എടുത്തോ ഞങ്ങളുടെ അടുത്തുനിന്നായിരുന്നു. അത് കസ്റ്റമൈസ്ഡ് ആയിരുന്നു. ഈ കസ്റ്റമൈസ്ഡ് ഫർണിച്ചറിൻ്റെ നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പല ആൾക്കാരും ഇന്ന തടി അങ്ങനെ പറയുമല്ലോ. ഇന്ന ഒരു തടിയിലേക്ക് അത്ര അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്നത്. പിന്നെ പ്രീമിയം കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാ കൂടുതൽ സെല്ലാവുന്നത്, വിൽക്കുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പാർട്ടിക്കിൾ ബോർഡ്, അതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അതിനനുസരിച്ച് UV അങ്ങനത്തെ കുറേ വാർഡ്രോബുകൾ അങ്ങനെയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു കാലത്ത് തീരെ വിൽക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ മഹാഗണി വുഡ് നന്നായിട്ട് ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നന്നായിട്ട് വിശ്വാസത്തിൽ വന്നു. കാരണം യൂറബിലിറ്റി അതിനിപ്പോൾ ഈ പറയുന്ന ട്രീറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു ബഡ്ജറ്റ് ലക്ഷറി അങ്ങനെ പറയാമല്ലേ അതിന്? അല്ല, എന്താ സംഭവിച്ചാൽ നമ്മൾ ഇപ്പോൾ 2-3 വർഷം ഉപയോഗിച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്യണമെന്ന വരുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ഈ ക്വാളിറ്റി കുറഞ്ഞ് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ 3 വർഷമാകുമ്പോൾ അതിൻ്റെ ലുക്ക് വൈസ് നഷ്ടപ്പെടും. അതിൻ്റെ ലുക്ക്, അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. പക്ഷേ 3 വർഷമായാലും 4 വർഷമായാലും കാണുമ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് 3 വർഷം കഴിഞ്ഞാലും
അത് ആ പ്രോഡക്റ്റ് അന്ന് വാങ്ങി അതേ മരിക്കാനെ കിടക്കണം. എൻ്റെ നിങ്ങളുടെ ഒരു ചെറിയോടെ ചോദിച്ചത്, നമ്മളൊരിക്കൽ ചെയ്ത വീഡിയോ ആണ്. അതായത് പഴയ ഫർണിച്ചർ എടുത്തിട്ട് അത് ഒരു ഇതായിട്ടുള്ള പാവങ്ങൾക്ക് കൊടുത്ത് അങ്ങനെ ഒരു സംഗതിയല്ല, അങ്ങനെ ഒരു ഓഫറല്ലായിരുന്നു നമ്മൾ ചെയ്തത്. അതെന്താ അങ്ങനെ ചെയ്യാൻ പറ്റുക? അത് നമ്മൾ പ്രത്യാശ എന്ന് പറഞ്ഞിട്ടൊരു യെസ്, ഒരു പേരിട്ടുകൊണ്ട് നമ്മൾ തുടങ്ങിയൊരു പദ്ധതിയാണ്. അതിപ്പോൾ ഈ ഏപ്രിലിൽ തുടങ്ങുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സീസണലായിട്ടാ അല്ലേ? ഇയർലി സീസണിലാണ്. ഓക്കെ. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഫർണിച്ചർ മാറ്റണം എന്നുണ്ടാവും. പക്ഷേ അത് ഇനി വെറുതെ എവിടെയും കൊണ്ടിട്ട് മൂലക്ക് ഇട്ട് അത് എവിടെയും വെച്ചിട്ട് കേടുവരുത്തും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. എന്നാലും ആരെയും ഗിഫ്റ്റ് കൊടുത്തേക്കാരും അതിലൊരു പിന്നെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും, ഒരു സെൻറ്റിമെൻറ്റ് ഇതുണ്ടാവും. ആരെയും ഗിഫ്റ്റ് കൊടുത്തേക്കാരും, അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിച്ച് അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി എവിടെയും കൊണ്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ അവർക്ക് ഫർണിച്ചർ മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരെ ഫർണിച്ചർ നമ്മൾ എടുത്തിട്ട് അവർക്ക് പുതിയ ഫർണിച്ചർ കൊടുക്കുന്ന കൂടെ തന്നെ ഈ ഫർണിച്ചർ നമ്മുടെ ഫാക്ടറി കൊണ്ട് റിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ ഫർണിച്ചർ ഇല്ലാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ എന്ന പദ്ധതി. അത് കഴിഞ്ഞ വർഷം 2 വർഷമായി തുടങ്ങിയിട്ട് ഏറ്റവും ആദ്യത്തെ വർഷം നമ്മൾ ഏകദേശം 40-50 ലക്ഷം രൂപയുടെ ഫർണിച്ചർ, വാല്യൂ ഉള്ള ഫർണിച്ചർ ഞങ്ങൾ സൗജന്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുത്തു. അത് നമ്മൾ ഫാക്ടറി കൊണ്ട് റിപ്പയർ ചെയ്തിട്ട് പറ്റുന്ന പ്രൊഡക്റ്റുകൾ റിഫർബിഷാന്ന് തോന്നുകയില്ല. അപ്പോൾ ഈ കൊടുക്കുന്നവർക്ക് എന്തായി ഈ പിന്നെ ഒരാൾക്കൊരു ഫ്രീ ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ അവരെയും കൂടി ഇതാണല്ലോ ഇത് കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് സന്തോഷം എങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പല കസ്റ്റമറും ഞങ്ങൾക്ക് ഇതിന് വാല്യൂ വേണ്ടെന്ന് പറഞ്ഞ കസ്റ്റമറുണ്ട്. ഓക്കെ, നിങ്ങളിങ്ങനെ സൗജന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് വാല്യൂ വേണ്ട, നിങ്ങൾ എടുത്ത് കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിൽ പറയുന്ന കസ്റ്റമർ ഉണ്ടായിരുന്നു. 2 തരത്തിലോട്ട് അല്ലേ? ഈ EMI അത് ചേർത്ത് പറയണ്ട കാര്യം. പലപ്പോഴും ആൾക്കാർ 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് EMI വാങ്ങിക്കുന്നവരുണ്ട്, അല്ലാതെ വാങ്ങിക്കുന്നവരുണ്ട്. EMI നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കുന്ന റേഷ്യോ ഇപ്പോൾ എങ്ങനെയാണ്? റെഡി ക്യാഷ് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ പിന്നെ ഷോപ്പിലുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും മിക്ക സ്റ്റാഫിൻ്റെ അടുത്തും ആപ്പിൾ ഫോണുകൾ, ഞാൻ ഇപ്പോൾ അടുത്താണ് വലിയ സ്മാർട്ട് ഫോൺ വാങ്ങിയത്, എല്ലാവരുടെ അടുത്തുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ അന്തം വിട്ടു പൈസ ഇങ്ങനെ ഓരോ ആൾക്കാർ. അപ്പം സംഭവം എന്താ വെച്ചാൽ അത് EMI ലഭിക്കുന്നതുകൊണ്ടാണ് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത്. അപ്പോൾ ഇതിന് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പകരം ഒരു 5 വർഷം മുമ്പ് വരെ ഒരു 1-2 ഫയൽ ചെയ്ത അജാജ് എന്ന ഒരു മാസം ഞങ്ങൾ ചെയ്യുന്നത് 200-300 ഫയലാണ്, എല്ലാ ബ്രാഞ്ചും കൂടി. അപ്പോൾ EMI എടുക്കുമ്പോൾ ആ ഒറ്റയ്ക്ക് ബാധ്യത അവർക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നല്ല പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ഒരു സോഫ മാത്രമാണ് ഒരു കസ്റ്റമർക്ക് പൈസ ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡൈനിങ്ങും ഒരു ബെഡ്റൂം സെറ്റും കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ EMI പോയി കഴിഞ്ഞാൽ അതൊരു ഇതാണ്. അത് ഭയങ്കര ഒരു ചേഞ്ചാണ്. അത് മാത്രമല്ല, പണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കൊടുത്തിരുന്നത് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ 3 ഇരട്ടി വിലക്കാണ് അവർ കൊടുത്തിരുന്നത്. ഇതൊരു ചെറിയൊരു ഇതേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും ആ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന അതിന് പകരം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പൈസ നഷ്ടം വന്നിരുന്നു. ക്വാളിറ്റി ഏത് പ്രൊഡക്റ്റാണെന്ന് പറയാനൊന്നും. ഇന്ന് ഷോപ്പിൽ തന്നെ അവർക്ക് വന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ EMI മാറി. അത് നല്ലൊരു ഞങ്ങൾക്ക് ഗ്രോത്ത് കൂടി, കസ്റ്റമേഴ്സിനും അത് നല്ല കസ്റ്റമർക്ക് നിങ്ങൾക്ക് ഗുണം കിട്ടി. ബിസിനസ് ഗ്രോത്തിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി. അതിലിപ്പോൾ ഈ സോഫയിലേക്ക് വരികയാണെങ്കിൽ, ഒരു കാറ്റഗറി വരികയാണെങ്കിൽ സോഫ പറയുമ്പോൾ ഏത് കാറ്റഗറി ഓഫ് സോഫയാണ് കൂടുതൽ സെൽ ഔട്ട് ആവുന്നത്? നമ്മൾ ഏതാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും? അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു USP പറയാനുണ്ടോ? ഉണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു ലെവലിലൊരു 30,000 മുതൽ 60,000 വരെയുള്ള സോഫാസാണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നത്. ഒരു മിഡിൽ ലെവലിൽ 5 സീറ്ററാണ് ഉദ്ദേശിക്കുന്നത്. കോർണർ 5 സീറ്റർ. പിന്നെ അതിന് കുറച്ചുകൂടി പ്രീമിയം ലെതർ, 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ലെതർ സോഫാസ് ഇടയ്ക്ക് വരാറുണ്ട്. അത് നന്നായിട്ട് പോകാറുണ്ട്. പക്ഷേ ഈ ഒരു കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ സെല്ലിങ് നടക്കുന്നത്. അതിനകത്ത് നമ്മൾ ഡിമോസിൻ്റേതായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഡിമോസിൽ നിന്ന് വാങ്ങിച്ചാൽ എന്ത് പ്രയോറിറ്റിയാണ് ആ കസ്റ്റമറിന് കിട്ടുന്നത്? എന്തിന് വാങ്ങണം? അത് തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിമോസ് ഒരുപാട് റിസർച്ച് നടത്തിയാണ് ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കുന്നത്. വെറുതെ ഒരു ഫർണിച്ചർ മറ്റുള്ള അടിച്ചേൽപ്പിക്കില്ല. കസ്റ്റമറുടെ നീഡ്സ് ഇതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് കളർ പാറ്റേൺ, അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നോക്കിയിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഒരുപാട് റിസർച്ച് നടത്താറുണ്ട്. അപ്പോൾ ഡിമോസിൽ നിന്ന് വാങ്ങുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും അപ്ഡേറ്റ് ആയ ഡിസൈനുകൾ കൊടുക്കുക. കോപ്പി ചെയ്യുന്ന സംഭവം നമ്മുടെ അടുത്തില്ല. അപ്പോൾ ഒരു സോഫയിൽ നമ്മളിരിക്കുന്ന സോഫയിൽ ഒരു ക്ലോത്ത് ആണെങ്കിൽ അതിൻ്റെ കോപ്പികൾ ഇറങ്ങുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ലുക്ക് വൈസിൽ കാണുമ്പോൾ ആൾക്കാർക്ക് ഒന്നാണ് തോന്നും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കുറവായിക്കാരം, അതിൻ്റെ തിക്നെസ് കുറവ്, ഡെൻസിറ്റി കുറവായിക്കാരം, അതിൻ്റെ വെയിറ്റ്, ക്ലോത്തിലെല്ലാം വെയിറ്റാണ് നോക്കുന്നത്. ആ വെയിറ്റിന് കുറയും. വെയിറ്റ് കുറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറയുമ്പോൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടും. ഇത് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാണോ? എങ്ങനെയാണ് ആ ഒരു? വളരെ ഇതാണ്. കാരണം നമ്മുടെ സ്റ്റാഫിനൊക്കെ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്.
അവർക്ക് ട്രേഡാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് പ്രൊഡക്റ്റ് നോളജ് ഉണ്ട്. ആ കസ്റ്റമർക്ക് പാസ് ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഒരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ചൂസ് ചെയ്യുമ്പോൾ ഏത് ഷോപ്പും ആയിക്കോട്ടെ ഒരു കസ്റ്റമർ മിനിമം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മിനിമം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ഒരു അതോറിറ്റി ഉണ്ടാവുമോ എന്നുള്ളതാണ്. പിന്നെ നോക്കേണ്ടത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഷോപ്പിൽ തന്നെ 3 കാറ്റഗറിയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ലോ ബഡ്ജറ്റ്, ഒന്ന് മീഡിയം, ഒന്ന് പ്രീമിയം. പ്രീമിയം ബഡ്ജറ്റിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നും അതിൽ ഉപയോഗിച്ച മെറ്റീരിയൽ എന്താണെന്ന് കസ്റ്റമർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. കുറച്ചും കൂടി താഴോട്ട് പോയാൽ ഒരു മിഡിലാണ്, ഇത്രയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഏറ്റവും ലോ എന്ന് പറഞ്ഞാൽ ഇത്ര വാറണ്ടി ഉണ്ടാവുള്ളൂ, ഇത്ര ലൈഫ് മതി, ഞങ്ങൾക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ കസ്റ്റമർക്ക് മാത്രമേ അത് കൊടുക്കുള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങൾക്കിപ്പോൾ ഉള്ള ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു 3 കാറ്റഗറിയാണ്. ഒന്ന് എല്ലാ ഷോപ്പിലുള്ള ഷോപ്പിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവും. മറ്റത് പകുതി പ്രൊഡക്റ്റ് ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവും, പകുതി പ്രൊഡക്റ്റ് മറ്റ് ബ്രാൻഡിലൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളത് ഞങ്ങളുടെ അടുത്ത് മാത്രമുള്ള പ്രൊഡക്റ്റ്, വേറെ എവിടെയും കിട്ടില്ല. ഇത് 3 കാറ്റഗറിയാണ് ഡിമോസ് തിരിച്ചിരിക്കുന്നത്. നമുക്കൊരു ബ്രാൻഡ് കൂടി ഇല്ലേ? ബ്രാൻഡിൻ്റെ ഉഡ്കാസ എന്ന് പറഞ്ഞ ഓൺ ബ്രാൻഡ് കൂടി ഉണ്ടല്ലേ? ഓക്കെ. ഇനി ബോഡിക്ക് എന്ന് പറഞ്ഞൊരു പുതിയ ബ്രാൻഡും കൂടി വരുന്നുണ്ട്. പ്രീമിയമോ അതോ മിഡിലോ? മിഡിലും പ്രീമിയം ഒക്കെ ചേർത്തിട്ട് എല്ലാം ചേർത്തിട്ട് അതിൻ്റെ ഇനോഗ്രേഷൻ പടുത്തുണ്ട്. നിങ്ങളൊക്കെ വരണം. അല്ല, നമ്മുടെ ആ ഫർണിച്ചർ ഞങ്ങളുടെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്ന, അതായത് ആക്യുപൈ ടോക്സിൽ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഓരോരുത്തരുടെയും വീഡിയോസിൽ ഇനിയിപ്പം ഡിമോസിൻ്റെ ഫർണിച്ചർ യൂണിറ്റിൻ്റെ വീഡിയോ വരുന്നുണ്ട്. കുറേ നാളുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. ഈ പറയുമ്പോഴൊക്കെ ആരും ചെയ്തിട്ടുണ്ടോ? ഇല്ല. സക്കീർ ഖാൻ്റെ ഇപ്പോൾ വന്നിരുന്നിട്ട് പറയുവാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, വാറണ്ടി ഉണ്ട്, ആർക്കും ഇല്ലാത്ത പ്രോഡക്റ്റ് ഞങ്ങൾക്കുണ്ട്, ഇത് ഞങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഇത് വെറും പറച്ചിൽ മാത്രമാണ് അല്ലേ? കാണിക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മൾ പല ബ്രാൻഡുകളും ഞങ്ങൾ സ്വന്തം ഫാക്ടറിനാണ് ചെയ്യണമെന്ന് പറയും. സത്യത്തിൽ കുറേ ആൾക്കാരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സത്യസന്ധമായി പറഞ്ഞാൽ മതിയല്ലോ, ഇത് വേറെ ഔട്ട്സൈഡ് ചെയ്യുന്ന പുറത്തുനിന്നാണ്, സ്വന്തം പ്രൊഡക്ഷൻ അല്ല. ഇപ്പം നമ്മൾ 60% പ്രൊഡക്റ്റും നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ്, നിങ്ങളത്. ഓക്കെ. ബാക്കി നമ്മൾ ഇമ്പോർട്ടറും ഔട്ട്സോഴ്സ് ചെയ്യുന്ന പ്രൊഡക്റ്റുണ്ട്. അതങ്ങനെ പറഞ്ഞ് തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഫാക്ടറി എന്താണെന്ന് ചില കസ്റ്റമറുകൾ കൊണ്ട് കാണിക്കാറുണ്ട്. അതിലൊരു ചെറിയൊരു ഇത് പറഞ്ഞോട്ടെ. അതായത് ഒരു കൊല്ലത്തുള്ള വലിയ കസ്റ്റമർ, ആയൂരുള്ള കസ്റ്റമറാണ്. അദ്ദേഹം ഫാക്ടറി വിസിറ്റ് വേണമെന്നുണ്ട്. എൻ്റെ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു, സഫാൻ വരുന്നുണ്ട്, സാർ അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ മുതൽ ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 3 മണിയായി 4 മണിയായി ഇദ്ദേഹത്തെ കാണാനില്ല. അങ്ങനെ ഒരു 5 മണിക്ക് ഇദ്ദേഹം വന്ന് ഫാക്ടറി കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര സമയങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം കാണിച്ച് ഒരു ഫാക്ടറി കാണിച്ചുള്ളൂ. അപ്പോൾ വലിയ കൊട്ടേഷൻ, ഒരു 25 ലക്ഷം രൂപയുടെ ഒരു ബില്ലായിരുന്നു. പുള്ളി BMW ഒരു സർവീസ് മാൻ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി വന്ന് കണ്ടു, സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തൊരു ഷോപ്പിൽ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവരെ ഫാക്ടറി കാണാൻ ആദ്യം പോയതാണ്. അപ്പോൾ വളരെ ഇതായിട്ട് ഞാൻ കണ്ടതോടുകൂടി അത്ര സമയമാണെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ ഫാക്ടറി കണ്ടപ്പോൾ പുള്ളിയെല്ലാം കാണിച്ചത് ഭയങ്കര സാറ്റിസ്ഫൈഡ്. ഞാൻ പറഞ്ഞു, നമ്മളെ മാസ്റ്റർ അത് പിന്നെ വലിയ കമ്പനിക്ക് പോകാറ്, എനിക്ക് എത്ര മതി, ഇത് കണ്ടാൽ തന്നെ മതി. സന്തോഷമായി. നമ്മൾ അങ്ങനെ കച്ചവടം ചെയ്യുന്നൊരു അർത്ഥമല്ല. നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുന്നത് പറയാന്നുള്ളതാണ് നമ്മുടെ പോളിസി. നിലവിൽ നമ്മുടെ ഒരു ഫാക്ടറി എത്ര സ്ക്വയർ ഫീറ്റ് വലിപ്പം ഉണ്ടാവും? ഓരോ ഫാക്ടറി 25,000-30,000 സ്ക്വയർ ഫീറ്റ്. ഇത് ഒരു ദിവസം കൊണ്ട് കണ്ടു തീരുവോ? വീഡിയോ എടുക്കാൻ 2 ദിവസം കൊണ്ട് 250 സ്റ്റാഫ് നമുക്കുണ്ട്. പിന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഫാക്ടറി വേറുണ്ട്. നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കമ്പനികളുണ്ട്. നമ്മൾ ഡിസൈൻ കൊടുക്കുന്നു, നമ്മൾ വുഡ് കൊടുക്കുന്നു, നമ്മുടെ ഫാക്ടറി വെച്ച് വുഡ് ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്ന കമ്പനികളുണ്ട്. നമുക്കെല്ലാം ഈ ടോട്ടൽ വോളിയം മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യിപ്പിക്കുന്നു. അത് നമ്മുടെ പ്രൊഡക്റ്റ് അവരെ കൊണ്ട് അവരെ ഫാക്ടറി വെച്ച് ചെയ്യിക്കുന്നു. പക്ഷേ എല്ലാ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും എല്ലാം നമ്മളാണ് കൊടുക്കുന്നത്, വുഡൊക്കെ നമ്മളാണ് കൊടുക്കുന്നത്. അതിൻ്റെ യൂറബിലിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഡിമോസ് എന്ന് ഫർണിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓഫർ വീഡിയോസ് എത്ര % നമുക്ക് വിശ്വസിക്കാം പൂർണ്ണമായിട്ടും? അതെ, ഒറ്റ വാക്കിൽ നിങ്ങൾ ഇതോട് പറഞ്ഞോടെ ഈ പരിപാടി പെർസെൻറ്റേജ് എനിക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ 100% കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ ബ്ലോഗേഴ്സ് ഓരോ ആൾക്കാർക്ക് ഓരോ രീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അവരവരുടെ പക്ഷെ എന്നാലും അതിനെ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റാറുണ്ട്.
ഡിമോസ് ഉള്ള ഓഫർ മാത്രമേ നമ്മൾ പറയാറുള്ളൂ, കൊടുക്കാൻ പറ്റുന്ന ഓഫറേ കൊടുക്കാറുള്ളൂ, അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 5400 4900 3 സീറ്റ് കൊടുത്തത് ഞങ്ങൾ ഏകദേശം 550ഓളം 3 സീറ്റ് ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ കൊടുത്തു. ഓ ഇതിൽ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അത് കൊണ്ടുവന്നൊക്കെ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് ഒന്നുമില്ല. അല്ല, ഈ സാധാരണക്കാർ ഇപ്പോൾ ഒരു 4990 സോഫ കൊണ്ടുപോയിട്ട് അതിനകത്ത് ഒരു മോശം ഫീഡ്ബാക്ക് എവിടെന്നെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇത് ഇത്ര ഉപയോഗിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഒരു 2-3 വർഷം ഇത് നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ പ്രൊഡക്റ്റ് കുറച്ചും കൂടി നല്ല പ്രൊഡക്റ്റുകൾക്ക് നിങ്ങൾ മാറണം. നമ്മൾ ജനുവിനായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറയാറ്, അത് പറഞ്ഞിട്ട് അവർ കൊടുക്കാറുള്ളൂ. പക്ഷേ അത് ഏറ്റവും പാവപ്പെട്ടവർ തന്നെയാണ് അത് കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് നമുക്കൊരു സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ. കാരണം സോഫ ഒന്നും ഇല്ലാതെ ചെയറൊന്നും ഇല്ലാത്ത വീടുകൾക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഒന്നും വേണ്ട, എന്നാലും അത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ടോട്ടൽ എത്ര ഷോറൂംസാണ് ഇപ്പം? 14 ഷോറൂമാണ് കേരളത്തിൽ. അവിടെ ഈ പറഞ്ഞ പോലെ കാലിക്കറ്റ്, പിന്നെ മലപ്പുറം, കൊല്ലം ഡിസ്ട്രിക്ട്, ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. കൊല്ലത്ത് എത്ര എണ്ണം ഉണ്ട്? കൊല്ലത്ത് നമ്മുടെ ചന്ദനത്തോപ്പിൽ 3 എണ്ണം. ഓ, കൊല്ലത്താണ് ഏറ്റവും കൂടുതലല്ലേ? കൊട്ടാരക്കര 2 എണ്ണം. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. കരുനാഗപ്പള്ളി 2 എണ്ണം. സക്കീർക്ക ഇല്ലത്തൂന്ന് പോന്നു, ഇപ്പൊ ആ ഇല്ലം വേണ്ട, കൊല്ലത്താണ് മുഴുവൻ അല്ലേ? കൊച്ചി പോണ്ട, ഇതാ പറയാ. നമുക്കിവിടെ 200ഓളം സ്റ്റാഫ് കൊല്ലത്ത് മാത്രമുണ്ട്. ഓ, ഒരു നമ്മളനുബന്ധമായ ഒരു 1000 കുടുംബങ്ങൾ ഒരു ജീവിതമാർഗം അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? വലിയ സന്തോഷം. അത് വലിയൊരു അത്ര പേർക്ക് ജോലി എടുക്കാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഇതുവരെ അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, അവർ ആനുകൂല്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ദൈവാദിനം കൊണ്ട്. ഇനിയും അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സക്കീർക്ക് എന്തായാലും വിലപ്പെട്ട സമയം ഞങ്ങളോട് ചിലവഴിച്ചു. പക്ഷേ ഇതിൽ കട്ടില്ല കേട്ടോ, പറഞ്ഞ ഒരു കാര്യങ്ങളിലും ഇത് കട്ടില്ല. അല്ല, ഇതിനകത്ത് വലിയൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോൾ കേൾക്കുന്നവർക്കറിയാം, നമ്മൾ കാര്യങ്ങൾ റോ ആയിട്ട് ചോദിച്ചു, സക്കീർക്ക് അതിന് റോ ആയിട്ട് മറുപടി പറഞ്ഞു എന്നുള്ള. എല്ലാവർക്കും ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. നമ്മളത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ടുള്ള വിവരം ഇതിനകത്ത് കിട്ടിയെന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. വി ആർ സൈനിങ് ഓഫ്. RK Fair Talks.